ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ സോണിയുടെ ഒരു ടവർ സ്പീക്കറാണ്, പാർട്ടി സ്പീക്കർ എന്നൊക്കെ പറയും. ഈ സാധനം നമുക്ക് എന്നാ പറയുന്നത്, ഇത് കേടായിപ്പോയി. എൻ്റെ ബോർഡെല്ലാം വെള്ളമെല്ലാം കയറി നാശമായി, മൊത്തം നശിച്ചു പോയി, പണിയാനൊന്നും മേലാത്ത ഒരു അവസ്ഥയിലായി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ സാധനത്തിനകത്ത് നമ്മുടെ ഒരു പുതിയ ആംപ്ലിഫയർ, നമ്മുടെ SJ200 എന്ന് പറഞ്ഞ ആംപ്ലിഫയർ ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് 2 മൈക്കുണ്ട്. 2 മൈക്കും കാര്യങ്ങളൊക്കെ ഉള്ള സാധനം ഇതുമായിട്ട് ഈ പാർട്ടി സ്പീക്കറുമായിട്ട് നമ്മൾ ചെയ്യാൻ പോകണം. അകത്ത് കയറ്റി അങ്ങനെ അധികം കോംപ്ലിക്കേഷൻ ഒന്നും ആക്കാതെ ഇത് അകത്തേക്കുള്ള ലൈൻ മാത്രം കൊടുത്തുകൊണ്ട് പുറത്ത് തന്നെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചൂടാകാതിരിക്കാൻ അതും ഇതുമൊക്കെ വേണം. ഇതിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് ഈസി ആയിട്ട് ഇത് സർവീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു വർക്കാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇത് 24 വോൾട്ട് 200 വാട്ട്സിൻ്റെ ഏതാണ്ട് 10 ആംപിയറാണ്. ഒരു 20 ഇതുവരെയൊക്കെ കിട്ടും നമുക്ക്. എന്നാ പറയുന്നത്, ഒരു 8 ആംപിയർ 9 ആംപിയറൊക്കെ കിട്ടും ആ ഒരു കണ്ടീഷനുള്ള പവർ സപ്ലൈ. പിന്നെ നമ്മുടെ ആംപ്ലിഫയർ. അപ്പോൾ നമ്മളതിൻ്റെ അകത്തുള്ള കിടിപിടിയെല്ലാം കുടലും മണ്ടവും എല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞു. പോയ കുടലും മണ്ണങ്ങളും ഒരാവശ്യമില്ലാത്ത കുറേ കുടലും മണ്ണങ്ങളും ഇവിടെ കിടപ്പുണ്ട്. അതിനെല്ലാം നമ്മളെടുത്ത് പുറത്ത് കളഞ്ഞു. ഇനി നമുക്ക് പുതിയത് വെക്കാം. ഇതെല്ലാം കാണിച്ചാൽ ഇത് രണ്ടും ഒന്നിച്ച് ഇത് നമുക്ക് ആദ്യം ഇതാരാന്നൊന്ന് കണ്ടുപിടിക്കാം. ഇതാരാണ് എന്ന് കണ്ടുപിടിക്കാം. ഒരു ബാറ്ററി എടുത്തു. ഒരു വയർ സപ്ലൈക്ക്. ഇതെല്ലാം നശിച്ചു പോയൊരു ഉപേക്ഷിച്ച പാർട്ടി സ്പീക്കർ ഞങ്ങൾ ജീവൻ വെപ്പിക്കുന്നു. സോണി ആരാണേലും മരിച്ചാൽ മരിച്ചതാണല്ലോ. ഇത് നമ്മളൊരു വയർ കഷ്ണം എന്ത് ഇല്ലെന്ന് അടിയിലൊന്നുമില്ല. കുറച്ച് നേരത്തേനെ കൊടുത്തോ ഉണ്ടോ? അതെനക്കമില്ല. 2 ബാറ്ററിയുടെ TB21 അയച്ചു തരാം. കൊടുക്കാം. വിട്ടിച്ച് അവിടെ വൈബ്രേറ്റ് ചെയ്യിച്ചാൽ മതി. എടാ അവിടെ വരണം. ഇല്ല എവിടെയാണെങ്കിൽ ഇതാണോ ആണെങ്കിൽ അത് വരികയില്ല. നീ മാറ്റിക്ക്. നീ അതെടുത്തേ. മറ്റൊരു നീല സപ്ലൈ ചെയ്യുന്ന സാധനം ഉണ്ട്, എടുത്തേ. ഒരു നീല നമ്മൾ സപ്ലൈ എടുക്കുന്ന ഒരു സാധനമില്ലേ, അഡാപ്റ്റർ. അറിയത്തില്ലേ? അല്ല, ഒരു അഡാപ്റ്റർ, ഒരു നീല കളർ അഡാപ്റ്റർ, വോൾട്ടേജ് നമ്മൾ സെലക്ഷൻ കൊടുക്കുന്ന. ഈ ബാറ്ററി പറഞ്ഞോണ്ടേ ചെന്നേ. ആ കോഡ് വയർ, ആ വയർ മാറ്റിയിട്ട് വേറൊരു വയറെടുത്തേ. ആ വയറ് ക്ലാവ് കയറുതല്ലേ. എന്തൊരു ഡിസ്റ്റർബൻസ് ആയി. ഞാൻ ജോലി ചെയ്യുമല്ലേ. പിന്നെങ്ങാനും വിളിക്കാൻ പറ. കൊണ്ടുപോവാ. അതൊന്നും നീ കൊടുക്കണ്ട. നീ നമ്മളെ എൻ്റെ അകത്തുനിന്ന് 2 നല്ല വയറിഞ്ഞെടുത്ത്. അത് തിരിച്ചും മറിച്ചും ആണോടാ? ഇനി കൊണ്ടുവന്ന് നീ
ഇത് കേട്ടായിരുന്നല്ലോ ഒരു അല്ലേ? ആ ഇതെപ്പിടി ഒന്ന് അനക്കമില്ല. വലിയ ഊഫറാണോ അപ്പോൾ അത്? അടുത്ത ബാറ്ററിയും കൂടെ വെച്ച് എല്ലാം കൂടെ പോവും. ഉണ്ടല്ലോ, നീ ആ ഒരു ബാറ്ററി പിടി. ഒരു ബാറ്ററി ഇവിടെ പിടിക്കാം. ശരി. ഇല്ല ബാറ്ററി 2 മണിക്കൂർ കഴിയുമ്പോൾ വിളിക്കാൻ പറ. എല്ലാം 2 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറ. ആ ഉണ്ട്. അതാണോ ഇപ്പം കേട്ടെ? നീ അടുത്ത് ഇതേ പിടിച്ചേ. ഇത് ഹലോ ഇത് രണ്ടുപേരെ പിടിച്ചേ. പിന്നെ വിളിക്കാൻ പറ. ഹലോ, പിന്നെ വിളിക്ക്. ഇച്ചിരി തിരക്കിലാണ്. സാറ് സർവീസിലാണ്. ഒരല്പം കഴിഞ്ഞ് വിളിക്കുക. ഇങ്ങോട്ട് പിടിച്ചോ, രണ്ടുപേരെ പിടിച്ചോ. ഇതെല്ലാം പോയതാണോടി? ഉത്തം ബാറ്ററി എടുത്തോ. ബാറ്ററി പോയതാണോ നല്ല വിജ്ഞാനം. സബ് ഇത് വരികയല്ല, കാരണം ഞാൻ കപ്പാസിറ്റർ ട്രൈ ചെയ്തിരിക്കുന്നത്. ഒട്ടും ഇല്ല, നോക്കി താഴത്തെ സ്പീക്കറും ഇല്ലല്ലോ. ഇല്ല, ഇല്ലല്ലോ. ഉണ്ടോ? അതിനുണ്ടോ? അതുകൊണ്ട് ഇതുണ്ടല്ലോ. അപ്പോൾ ഇതാണ് സബ് വൂഫറിൻ്റെ. ആ ബോർഡിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ട് വെച്ചിട്ട് പാടിച്ചു നോക്കേ. ഓക്കെ, ഇത് സബ് മറ്റേ രണ്ടും എങ്ങനെ വേണം കൊടുത്തു. അത്രേ ഉള്ളൂ സംഭവം. ആ സാധനം വേണ്ട. ഈ വയറ് മാക്സിമം നീ എന്ത് നമ്മുടെ ആംപ്ലിഫയർ സെറ്റ് ചെയ്ത് എന്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞോ? സെറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കയറ്റി വെക്കാം. ഇവിടെ വെച്ച് കഴിയുമ്പോൾ എവിടെ വരുമെന്ന് നോക്കിയാൽ വയറിഞ്ഞ് പൊക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഇടയ്ക്ക് കൂടെ പുറകിലോട്ട് പോകണമെന്നില്ല. വയറ് നീട്ടുകയും വേണം. അപ്പം അല്ലേ ഇൻസി? അത് സെറ്റ് ചെയ്തു. ഇനി ആ വയറുകൾ കട്ട് ചെയ്ത് LED ഉണ്ടോ എന്ന് കൂടെ നോക്കണേ. ഉണ്ടെ ചുമ്മാ 12 വോൾട്ട് നമുക്കുണ്ടല്ലോ. അതെ അതെ, സ്കെച്ച് ഇടാൻ
ഇവനെ എന്നെ കാണിക്കാൻ ഇതിന് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? രണ്ടടി കൊടുക്കാനാണേലും. അത് പിന്നെ മുറുക്കാം. അത് സബൂഫറാന്ന് മനസ്സിലായല്ലോ അല്ലേ? രണ്ട് ജോലിക്കാരെ എടുത്തെന്നൊക്കെ ഒരു ചേട്ടൻ പറഞ്ഞിട്ട് രണ്ടുപേരെ പണിക്കെടുത്തല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എവിടെയോ പുറത്തു പോയതാണല്ലോ. അപ്പൊ അമ്മാരപ്പ അഴിച്ചുണ്ടാക്കിയല്ലേ ഇൻസി കേസായപ്പോ വന്നതാ. അപ്പൊ ഇതിനകത്തൊന്നും എടുക്കടാ, സ്ക്രൂ ഇടാ, ഒന്ന് വർക്ക് ചെയ്യുമെന്ന് നോക്ക്. മനസ്സിലായി ഇൻസി? നമ്മൾ സ്ക്രൂ ഒക്കെ ഇട്ടല്ലേ കൊടുത്തേ. ഇങ്ങനത്തെ ഇവിടെ ഇതെന്ന് പറഞ്ഞപ്പോ എടാ ഇങ്ങോട്ട് വേടാ, ഇത് ഇവിടുന്ന് ഉണ്ടോ? സ്ക്രൂ ഉണ്ടോ? സ്ക്രൂ എന്ത്? സ്ക്രൂ ആ കൂടിനകത്തുണ്ടോ ഇനി? നോക്കിട്ട് വാ. എടാ ഇതാന്ന് പറഞ്ഞോ, എടുക്കടാ. അമേരിക്ക ജപ്പാന് പോയി. ഇതാ ചവിട്ടാതെ ഇതൊരു കൂട്ടിനെടുത്ത് അയക്കുക നീ ആദ്യം. ഇതാണ്ട് ഈ കൂടെ എടുത്തോ, നമ്മുടെ ഒരു കൂടെ. അതിനകത്ത് സാധനം സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക. അതിൻ്റെ ബാറ്ററി തീരും. സ്റ്റോപ്പ് ചെയ്ത് ഓഫ് ചെയ്ത് വെക്ക്. അതിനകത്തോട്ട് കയറ്റിക്കോ. അടപ്പുണ്ടോ അതിനാ? ഇപ്പം തക്കാലം കയറ്റി വെക്ക്. അതെല്ലാം വേണ്ട തകടെല്ലാം മാറ്റി വെച്ചിട്ട് ആ ബോർഡും ഡിവിഡിയും ആ സെറ്റിൻ്റെ മോഡൽ നമ്പർ ആ കൂടുതലെഴുത്. അടിച്ചേ. കേറത്തില്ല. അടിച്ചോ, ഓളയും കുറച്ച് വെച്ചിട്ട്.
സ്പീക്കറിൻ്റെ ലൈനൊക്കെ കൊടുക്കുന്ന സർക്യൂട്ടിനൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പീക്കർ ഡാമേജ് ഉണ്ടായിരുന്നു. ഡാമേജായ സ്പീക്കർ റെഡിയാക്കി എടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ അതേപടി അങ്ങോട്ട് പിടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതിന് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അത് നോക്കി കണ്ടും നമ്മളത് ശരിയാക്കി എടുക്കുന്നത്. സൂക്ഷ്മമായിട്ട് ഓരോ ലൈനുകൾ കൊടുക്കുകയും അതിൻ്റെ കണക്ഷനുകൾ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള പാർട്ടി സ്പീക്കറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക.
ടെക് ട്രാവൽ ബൈ സോണി ജെൻസി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഇനി കണക്ഷൻ കൊടുത്താൽ മതി, കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. ഇതൊക്കെ ഉരുവിടാം. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതാണ് ഒരു സാധനം വെച്ച്, നമ്മുടെ ഓൾഡ് TB21 വെച്ചൊന്ന് ചെക്ക് ചെയ്തതാണ്. SJ200 ഇനിയിപ്പോൾ നമ്മൾ വരാൻ പോകുന്നത്. സ്റ്റിക്കർ വേണ്ട ജെൻസി. ഇപ്പം നിങ്ങൾ ഓർക്കുമായിരിക്കും ഇത് തന്നെ ഒറിജിനലായിട്ട് റെഡിയാക്കി എടുക്കാത്തതെന്ന്. ഒറിജിനലായിട്ട് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇതിൻ്റെ യാതൊരുവിധ പാർട്സും ഇല്ല. കമ്പനിക്കാർ ഈ സാധനം ഇറക്കി വിട്ടൊരു ഇത്രയും വർഷം കഴിയുമ്പോൾ 5 വർഷം അല്ലെങ്കിൽ 8 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ സ്പെയർ പാർട്സ് ഒന്നും കിട്ടത്തില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാതിരിക്കാൻ പറ്റുകയില്ലാത്തതുകൊണ്ടും ഇതിൻ്റെ സ്പീക്കറുകൾ അടിപൊളിയാണ്. സ്പീക്കറുകൾ അടിപൊളിയായതുകൊണ്ട് നല്ല സ്പീക്കറുകളാണ്. എത്ര നാൾ പഴക്കം ചെന്നാൽ ആ സ്പീക്കറുകൾക്ക് കംപ്ലൈൻറ്റ് വരുന്നില്ലാത്തതുകൊണ്ട് നമ്മളതിൻ്റെ സ്പീക്കർ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കിഷ്ടമുള്ള കാര്യമൊന്നുമല്ല ഇതൊന്നും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതങ്ങനെ ചെയ്യാത്ത സാഹചര്യത്തിൽ നമുക്ക് അവയവങ്ങൾ വരെ ഇന്ന് മാറ്റി വെക്കുന്ന ഒരു കാലമാണ്. അത് പോലെയുള്ള കാര്യമല്ലല്ലോ. ഇപ്പോൾ അവയവദാനം പോലെ ഇതിനൊരു വേറെ ബോർഡ് കൊടുത്ത് ഇവനെ നമ്മൾ ജീവിപ്പിച്ചെടുക്കുന്നു മാത്രം. അങ്ങനെ പാർട്ടി സ്പീക്കർ ജെൻസി റെഡിയാക്കിയിരിക്കുകയാണ്. SJ200 എന്ന് പറഞ്ഞ പാർട്ടി സ്പീക്കർ. അതിൻ്റെ ബാക്കിലത്തെ സ്ക്രൂ എല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പവർ കുത്തിയാൽ മതി, ക്ലിയറാണ്. മൈക്കും എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ഞങ്ങൾ ലൈറ്റും കാര്യങ്ങളൊന്നും വലിയ കൊടുക്കാനൊന്നും പോയില്ല. അതൊക്കെ ഒരു പഴഞ്ചടാക്കി രീതിയല്ലേ. ഇതാണ് കണ്ടീഷൻ. നല്ല അടിപൊളി പാർട്ടി സ്പീക്കറാണ്. ആ മൊബൈലിൽ ഞാൻ എടുത്തൊരു പാട്ടിട്ടെ. മൊബൈലിൽ ഞാൻ എടുക്കൂ, ഒരു പാട്ടിട്ടെ. അപ്പോൾ ഏത് പോയി കിടക്കുന്ന പാർട്ടി സ്പീക്കറും ബോർഡില്ലാത്തതോ ചത്തതോ ചതഞ്ഞതോ ഏത് വേണേലും കൊണ്ടുപോരെ, നമുക്ക് അടിപൊളി പാർട്ടി സ്പീക്കറാക്കിയേക്കാം. പാട്ട് വേണമെങ്കിൽ ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റുള്ള ആൾക്കാർ വേറെ എടുക്കാം.
എൻ്റെ ഫ്രണ്ട് കിട്ടും ഇത് കൂട്ടി ഇങ്ങനെ ഇതിൻ്റെ അടി തൊട്ട് കിട്ടണം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു പാർട്ടി സ്പീക്കർ സോണി ഹോം സിസ്റ്റം ഞാൻ ശരിയാക്കിയിരിക്കുകയാണ്. ഭയങ്കര ഫോൺ വിളിയുടെ ശല്യത്തിനിടയിൽ നിന്നുകൊണ്ട് മിസൈൽ ആക്രമണം, വെടിയാക്രമണം എന്നൊക്കെ പറയുന്ന പോലെ ഫോൺ ആക്രമണത്തിൻ്റെ നിന്നുകൊണ്ട് ഞാൻ ഫോൺ എടുക്കാതെയൊക്കെ ആയിട്ട് ഈ സെറ്റ് റെഡിയായിട്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടാണ്. SJ200 എന്ന് പറഞ്ഞ മൈക്കുള്ള എക്കോ ഉള്ള ആംപ്ലിഫയർ ആണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ വർക്കിംഗ് വീഡിയോ എല്ലാം ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.